ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. സിയോൻ പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. എന്തെന്നാൽ നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. സെഫനിയ 3:14-15. നമുക്ക് ആ വചനമൊന്ന് ഹൃദയപരമാർത്ഥത്തിൽ ധ്യാനിച്ചാൽ ആ വചനം നമ്മളിൽ തന്നെ മാംസം ധരിക്കും. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക. എപ്പോഴാണ് ഒരു വ്യക്തി ആനന്ദഗാനം ആലപിക്കുന്നത്? എൻ്റെ ഉള്ളിൽ യേശു രൂപപ്പെടുമ്പോൾ, എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവം പ്രത്യാശ നൽകുമ്പോൾ, ഞാൻ ഭാരപ്പെടുന്ന മേഖലകളിൽ നിന്ന് യേശു എന്നെ വിടുവിച്ചു എന്ന് കാണുമ്പോൾ, അതുമല്ലെങ്കിൽ എന്നെ വിടുവിക്കുമെന്നുള്ള ഉറച്ച പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ് ഈ ആനന്ദഗാനം ആലപിക്കാൻ കഴിയുന്നത്. വലിയൊരു പ്രത്യാശയുള്ള വ്യക്തിക്ക് മാത്രമേ ആനന്ദിക്കാൻ കഴിയുള്ളൂ. പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ യേശു എൻ്റെ ഉള്ളിലുണ്ടാകണം. യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ട് നിറയാൻ കഴിയും. അതുകൊണ്ട് സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. സിയോൻ പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. അതുകൊണ്ട് ഭാഗികമായ സമർപ്പണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ പൂർണ്ണ ഹൃദയത്തോടെ, ഈ ദൈവം നൽകിയ ഈ അനുഗ്രഹങ്ങളെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതേ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ എത്ര വലിയ പ്രതിസന്ധിയും എൻ്റെ ദൈവം പരിഹരിച്ച് എന്നെ ഒരു ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളൊരു വ്യക്തിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.